നമുക്ക് ദൈവം നൽകുന്ന വചനം, ആ വചനം കൂടെ കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം യെശയ്യാ 43 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ, 18-19 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് സഹനങ്ങളും വേദനകളും കാണും. എന്നാൽ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ജെറമ്യാ 29:11 നമ്മളത് കാണുന്നു. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ ഒരു പുതുവർഷത്തിൽ ഇട്ടിട്ടുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഒരു നിമിഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ